രാജീവ് എന്തിനാ തന്നെ കാണണമെന്ന് പറഞ്ഞേ? രാജീവ് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ആകെ പറഞ്ഞതിൽ നിന്നുമെല്ലാം എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായത്. എന്താ? എന്റെ പേര് സമൃദ്ധ എന്നല്ല പോലും. എന്നിട്ട് പിന്നെന്താ പറഞ്ഞേ? പിന്നെ ഗോകുലിന്റെ കാര്യം എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അതെനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. ആ പിന്നെ ഒരു കാര്യം, രാജീവിന്റെ മുഖത്തെ ഭാവത്തിന്ന് എനിക്ക് മനസ്സിലായതാ ആരുടെയോ ഓർമ്മ മായച്ചു എന്നൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് രാജീവ് പേരെന്തെങ്കിലും പേര് പറയുകയോ അങ്ങനെ തന്നെ ചെയ്തോ? എനിക്കതൊന്നും മനസ്സിലായില്ല. ഞാനല്ല വേറെ ആരോ ആണ് എന്ന രാജീവ് പറയുന്നത്. എനിക്കങ്ങനെയാ മനസ്സിലായത്. ചിലപ്പോ രാജീവ് വേറെന്തെങ്കിലും മറന്നുപോയ കാര്യമായിരിക്കും പറയാൻ വന്നത്. അപ്പോഴേക്കും രാജീവിന്റെ ബോധവും പോയി. അത് മരുന്നിന്റെ ശക്തി കൊണ്ട് എന്തെങ്കിലും പിച്ചുമ്പയും പറയുന്നതായിരിക്കും. ഇങ്ങനെ ആക്സിഡന്റ് സംഭവിക്കുന്നവർക്ക് ഇതുപോലൊക്കെ വരാറുണ്ട്. പറയുന്നതിനൊന്നും ഒരു പരസ്പര ബന്ധവും ഉണ്ടാവില്ല. എന്തായാലും കഷ്ടമായിപ്പോയി. രാജീവ് സമൃദ്ധയോട് പറയാൻ ശ്രമിച്ചത് സമൃദ്ധയുടെ ഓർമ്മ മായ്ച്ചു കളഞ്ഞ കാര്യവും. എന്തായാലും ഭാഗ്യത്തിന് ബോധം പോയി. പക്ഷെ എന്നാലും രാജീവിനെ പേടിക്കണം. ആശുപത്രിയിൽ നിന്ന് ബോധം തെളിഞ്ഞ് തിരിച്ചു വന്ന രാജീവ് ഏത് നിമിഷം വേണമെങ്കിലും സമൃദ്ധയുടെ കാര്യം പറയാം. എന്താ പെട്ടെന്ന് സൈലന്റ് ആയി? രാജീവിന്റെ കാര്യം ഓർത്തിട്ടാ. അവന് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആരെങ്കിലും അന്വേഷിച്ച് വരുന്നവരെ നമ്മൾ നോക്കിയല്ലേ പറ്റൂ. ഭാര്യയെക്കാളും അടുപ്പമുള്ള ബന്ധു അയാൾക്ക് വേറെ ആരാ? ഭാര്യയുടെ കുടുംബം അയാളുടെയും കൂടി കുടുംബം. നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ. അത് നമ്മുടെ കടമയാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഹോം നഴ്സിനെ തന്നെ ആലോചിക്കാം. ഗൂഗിൾ ഇനി എതിരൊന്നും പറയണ്ട. ഞാനൊന്നും പറയുന്നില്ല. തൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം.